ഷിരൂരിൽ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ മുങ്ങൽ ആരംഭിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇപ്പോൾ ഏത് സമയവും അദ്ദേഹം ഇനി ഈ ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദൗത്യത്തിൽ ഈശ്വർ മാൽപയുടെ ഒരു വിശ്വാസം അർജുൻ എന്ത് സംഭവിച്ചു എന്നൊരു ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്നാണ്. മാത്രമല്ല, അല്പം മുമ്പ് കോഴിക്കോട് നിന്ന് നമ്മളോട് തത്സമയം സംസാരിച്ച അർജുൻ്റെ സഹോദരി അഞ്ജുവിനോട് ഇന്ന് അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന വിശ്വാസം കൂടി അദ്ദേഹം പ്രകടിപ്പിച്ചു. കേരള മക്കൾക്ക് വേണ്ടി താനിത് ചെയ്യുമെന്നാണ് ഈശ്വർ മാൽപേ പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി നമുക്കൊപ്പം അരുൺ പൂപ്പറമ്പ ഈ ഗംഗാവാലി പുഴക്കരികിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ഇപ്പോഴും തെരച്ചിൽ തുടങ്ങിയെന്നാണോ? എന്താണ് അരുൺ പൂപ്പറമ്പ അവിടെ നിന്നുള്ള അപ്ഡേറ്റ്സ്? ഇതുവരെ തെരച്ചിൽ തുടങ്ങിയിട്ടില്ല. അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈശ്വർ മാൽപേ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ജില്ലാ കളക്ടർ എത്തിയതിന് ശേഷം മാത്രമേ തെരച്ചിലിന് ഇറങ്ങാവൂ എന്ന നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. കളക്ടർ ഇവിടെ തൊട്ട് സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കളക്ടർ എത്തിയാൽ ഉടൻ തിരച്ചിൽ നടക്കും എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഇവിടെ ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം എത്തിയിട്ടുണ്ടെങ്കിൽ പോലും നിലവിൽ ഇപ്പോൾ ആരും തെരച്ചിലിന് ഇറങ്ങിയിട്ടില്ല. അതായത് നിലവിൽ ഇപ്പോൾ പോലീസ് പറഞ്ഞിട്ടുള്ളൊരു സമയമുണ്ട്. ആ സമയം ആയാൽ മാത്രമേ തെരച്ചിൽ ആരംഭിക്കാവൂ എന്ന നിർദ്ദേശം ഔദ്യോഗികമായി തന്നെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ആരും തെരച്ചിലിന് ഇറങ്ങിയിട്ടില്ല. ഈശ്വർ മാൽപേയും കാത്തിരിക്കുകയാണ്. നിലവിൽ ജില്ലാ കളക്ടർ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. പോലീസ് 10 മണി എന്നൊരു സമയമാണ് നിർദ്ദേശമായി നൽകിയിട്ടുള്ളത്. നിലവിൽ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണോ എന്ന് വ്യക്തമാകുന്നില്ല. NDRFൻ്റെയും SDRFൻ്റെയും സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. നേവിയുടെ സംഘം ഇതുവരെ എത്തിയിട്ടില്ല. എല്ലാവരും തന്നെ ഈ തെരച്ചിൽ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. കാരണം ഒരു അനുകൂലമായിട്ടുള്ളൊരു കാലാവസ്ഥ ഉണ്ട്. അപ്പോൾ ആ കാലാവസ്ഥ പരമാവധി ഉപയോഗപ്പെടുത്തുക. നിലവിലെ അടിയൊഴുക്കുൾപ്പെടെ കുറവാണ്. അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തി ഉടൻ തന്നെ തെരച്ചിൽ ആരംഭിക്കുക എന്ന ഒരു തീരുമാനമാണ് ഈശ്വർ മാൽപേക്കുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് ഈ ഔദ്യോഗികമായിട്ടുള്ള ഒരു നിർദ്ദേശപ്രകാരം, അതായത് ഒരു അനുമതി ആവശ്യമാണ്. ജില്ലാ കളക്ടർ ഇവിടെ എത്തിയതിനു ശേഷം അദ്ദേഹവുമായി സംസാരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ആയിരിക്കും ഇത് നടത്തുക. എന്താണ് ഇപ്പോൾ ഈ വൈകുന്നതിന്റെ കാരണം എന്താണ്? ഇല്ല, ഇപ്പൊ കളക്ടർ സാർ പറയും 15 വെയിറ്റ് വേണം. കളക്ടർ എവിടെയുണ്ടെന്നാണ് ഇപ്പൊ അങ്കോലാണ് சொல்லி വരുമ്പോ നിലവിൽ ഇപ്പോൾ നമുക്ക് എല്ലാം അനുകൂലമായ സാഹചര്യമാണ്. ഇതിപ്പോ വൈകുന്നൊരു എല്ലാവരുടെ പ്രാർത്ഥനയിലെ നല്ല ഇത് സമയമുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റിലെ ഒരു 5-10 മിനിറ്റിലെ വരുമെന്ന് சொல்லி അവർ വന്ന സ്ഥലത്ത് നമുക്ക് ഇറങ്ങും. ഇന്നലെ 8:30 കൂടി തന്നെ തെരച്ചിൽ നടത്താനുള്ള ശ്രമം നടത്തുമെന്ന് അറിയിച്ചിരുന്നല്ലേ? 8:30 മണിക്ക് ഞങ്ങൾ റെഡിയുണ്ട്. അവരും പറഞ്ഞല്ലേ, അവർ പറഞ്ഞ പിന്നെ ഒന്നും പോലെ ചെയ്യാനാവില്ല. മേലെ ഒരു പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവർ ഒരു ഫോൺ ആക്കി ഇപ്പോൾ വരുമെന്ന് പിന്നെ എടുത്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. നേരിട്ട് സംസാരിച്ചോ? സംസാരിച്ചു വരുമെന്ന് சொல்லி അവർ. ഇപ്പോൾ നമുക്ക് അടിയൊഴുക്ക് കുറവാണ്. നേരത്തെ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. മഴ പെയ്യുന്നതിന് മുമ്പ് തെരച്ചിൽ തുടങ്ങേണ്ടതില്ലേ? കണ്ടിപ്പാ അതേ നല്ലത്. ഇപ്പോൾ വരണുണ്ട്. 5 മിനിറ്റിൽ ഇപ്പോൾ തുടങ്ങും. ഇപ്പോൾ അത് വന്നില്ലെങ്കിൽ ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങും. പിന്നെ 5-10 മിനിറ്റ് അവർ വെയിറ്റ് பண்ணல. പിന്നെ അവർ ഒരു കളക്ടർ சொல்லிട്ടുണ്ട്, SP സാർ പറയണം, അവരിനെ വെയിറ്റ് பண்ணணும். അതിൽ സമയം കാത്തിരിക്കില്ല. ഇല്ല. എന്നാലും കീഴെ ഒരു 3 ആളുണ്ട്. അവരൊരു എന്തെങ്കിലും എടുക്കണമെന്ന് ഞങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു എത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടിപ്പോൾ ഞങ്ങൾ അവർ വരട്ട് വരില്ല, ഒരു അരമണിക്കൂർ കാത്തിരിക്കും. പോലീസ് എന്തെങ്കിലും പറയുന്നുണ്ടോ ഇതിൽ ഔദ്യോഗികമായി? അവരെന്താണ് പറയുന്നത്? പോലീസ് ഇല്ല, ഒന്നും പറഞ്ഞില്ല. അവർ ചൊല്ലിയത് അവർ 10 മിനിറ്റ് വെയിറ്റ് பண்ணணும், ഞങ്ങൾ വരുവന്നു. ഇത് NDRFനും അതോടൊപ്പം തന്നെ ഈ നാവികസേനയ്ക്ക് വേണ്ടി കാത്തിരിപ്പാണ് നടത്തുന്നത്. NDF അവരുടെ ഒരു സ്കൂബ ഡൈവിംഗ് എല്ലാം ഇല്ലേ, അവർ മേലോട്ട് മാത്രം തിരിക്കും. കീഴെ ഞങ്ങൾ ഒരു 2-3 പേര് ഡൈവ് பண்ணுം. മറ്റ് ഔദ്യോഗിക സംവിധാനങ്ങൾ NDRF SDRF ആരെങ്കിലും ഡൈവ് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ നമ്മ ഇല്ല, കളക്ടർ മാഡം വന്നിട്ട് പിന്നെ കേൾക്കുന്നു അവർ ആരെല്ലാം കീഴെ പോകണമെന്ന്. ഒന്നും നമുക്ക് ചെയ്യാനാവില്ല. നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് ഇറങ്ങും, പിന്നെ നമ്മൾ 2 പേർ പിന്നെ ഇറങ്ങും. ടീം ടോട്ടൽ റെഡിയാണ്. ടോട്ടൽ 3 പേർ ഒരേ സ്പോട്ടിലെ നോക്കിക്കൊണ്ട് പോകും. ആദ്യമേ ജാക്കി ഇട്ട് പിന്നെ അല്ല കീഴെ ഈ സൈഡ് പൊള സൈഡിൽ ഒരു കൊഞ്ചം നമുക്ക് സംശയമുണ്ട്. ആ സൈഡിൽ നോക്കും. 4 സ്പോട്ടുകളുണ്ടല്ലോ, അത് സ്പോട്ടുണ്ട്. ഡീസൽ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അപ്പോൾ കീഴെ ഒരു ഡീസൽ വണ്ടിയൊന്നും ചെയ്യാനാവില്ല. ഒരു 5 ലിറ്റർ ക്യാൻ ഡീസൽ ഉണ്ടെങ്കിൽ പറയാനാവില്ലേ, വായിൽ പശുണ്ട്, അത് കാണും. ഇപ്പം കീഴെ പോയിട്ട് നോക്കി അത് കാണും എന്നെങ്കിലും തേടിയ. ഇല്ല, ഇപ്പോൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വരും 5 മിനിറ്റിൽ DC കളക്ടർ മാഡം വരും. ഇപ്പൊ തുടങ്ങും. അവർ വരുന്നുണ്ട്, അതിനെ വെയിറ്റ് പണിയുണ്ട്. നമ്മൾ റെഡിയുണ്ട്.
SKN എല്ലാവിധ സജ്ജീകരണം അവർ റെഡിയാണെന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ കളക്ടർ ഇതുവരെ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. കളക്ടർ എത്തിയാൽ മാത്രമേ തെരച്ചിൽ തുടങ്ങാൻ കഴിയൂ. അതിനു വേണ്ടിയിട്ടുള്ള അദ്ദേഹം കാത്തിരിക്കുകയാണ്. ഒരു 5-10 മിനിറ്റ് കൂടി കാത്തിരിക്കും. അതിനുശേഷം വന്നില്ലെങ്കിൽ അദ്ദേഹം ഇറങ്ങും എന്നതാണ് അദ്ദേഹം നിലവിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. NDRFൻ്റെയും SDRFൻ്റെയും ഒക്കെ സംഘം ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവർ നേരിട്ട് ഈ ഡൈവ് ചെയ്തുകൊണ്ടുള്ള തെരച്ചിലേക്ക് കടക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പയോടും ആ കാര്യമാണ് ആശയവിനിമയം നടത്തിയിട്ടുള്ളത്. അതിന് പകരം ഇവർക്ക് ഒരു സപ്പോർട്ട് നൽകുന്ന ഒരു 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 ഇതായിരിക്കും ഉണ്ടാവുക. ഈശ്വർ മാൽപ്പയുടെ തെരച്ചിലിന് ഒരു സപ്പോർട്ട് നൽകുക എന്നതായിരിക്കും അവർ ചെയ്യുക. നേവിയുടെ സംഘം എത്തുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലും ഇപ്പോൾ വ്യക്തത തുടരുകയാണ്. എന്തായാലും ഈശ്വർ മാൽപ്പ ഇപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളുമായി തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ ജില്ലാ കളക്ടർ ഇതുവരെ ഈ സ്ഥലത്ത് എത്തിയിട്ടില്ല. നേരത്തെ 8:30 തെരച്ചിൽ ആരംഭിക്കും എന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. പക്ഷേ അത് അല്പം വൈകി. പോലീസ് 10 മണി എന്നൊരു സമയം, അതിനൊരു നിർദ്ദേശം നൽകി. പക്ഷേ ആ 10 മണി വരെ കാത്തിരിക്കാൻ കഴിയില്ല എന്ന് ഈശ്വർ മാൽപ്പ പറയുകയും ഈശ്വർ മാൽപ്പയെ ഈ ഗംഗാവലിയുടെ ഈ പുഴയോരത്തേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ നിലവിൽ ഇപ്പോഴും അദ്ദേഹത്തിന് തെരച്ചിൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജില്ലാ കളക്ടർ എത്തിയതിനു ശേഷം മാത്രം തെരച്ചിൽ നടത്തുക എന്ന കാര്യമാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. 4 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇന്ന് അദ്ദേഹം പുഴയിലിറങ്ങി തെരച്ചിൽ ഒരു പരിശോധന നടത്തുക. 4 സ്പോട്ടുകൾ എന്ന് പറയുന്നത് ഇന്നലെ അതിൽ ഒരു സ്പോട്ടിൽ അദ്ദേഹം ഓൾറെഡി തെരച്ചിൽ നടത്തി. ആ സ്പോട്ടിൽ നിന്നും ഒരു വീൽ ജാക്ക് ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. ആ വീൽ ജാക്ക് കണ്ടെത്തിയ ഇടത്ത് ഇന്ന് വിശദമായിട്ട് പരിശോധന നടത്തും. ഇന്നലെ സമയത്തിൻ്റെ ഒരു പരിമിതിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വിശദമായിട്ടുള്ളൊരു പരിശോധന ഇന്ന് നടത്തും. അതിനുശേഷം മറ്റു 3 സ്പോട്ടുകൾ 3 സ്പോട്ടുകൾ കൂടി അദ്ദേഹം നേരത്തെ ഡ്രോൺ പരിശോധനയൊക്കെ കണ്ടെത്തിയിട്ടുള്ള 3 സ്പോട്ടുകൾ കൂടിയുണ്ട്. അവിടെയും വിശദമായിട്ടുള്ള പരിശോധന നടത്തും എന്നാണ് അദ്ദേഹം നിലവിൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റ് ഡൈവർമാരുമുണ്ട്. അവർ കൂടി ഈ ദൗത്യത്തിൻ്റെ ഭാഗമാകും. എന്തായാലും നിലവിൽ ഇപ്പോൾ അദ്ദേഹം തെരച്ചിൽ ആരംഭിച്ചിട്ടില്ല. തെരച്ചിൽ നിലവിൽ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. അദ്ദേഹം കാത്തിരിക്കുകയാണ്. മറ്റ് കാര്യങ്ങളെല്ലാം സജ്ജീകരിച്ച് തയ്യാറായി റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ജില്ലാ കളക്ടർ എത്താനൊരു 5-10 നിമിഷം കൂടി കാത്തിരിക്കും. ഇല്ലെങ്കിൽ അദ്ദേഹം സ്വമേധയാ തെരച്ചിലേക്ക് കടക്കും എന്നതാണ് അരുൺ പുറമ്പെയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ നമുക്കിപ്പം ടെലിഫോണിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് മിസ്റ്റർ സതീഷ് കൃഷ്ണ സെയിൽ. ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഷിരൂർ നൗ? അദ്ദേഹമുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അദ്ദേഹം ലൈനിൽ വന്നതായിരുന്നു. നമുക്ക് വീണ്ടും നമ്മൾ ശ്രമം നടത്തും അദ്ദേഹത്തോട് സംസാരിക്കാനായി. നിങ്ങൾക്കറിയുന്ന പോലെ അല്പസമയത്തിനകം ജില്ലാ കളക്ടർ എത്തിയാലുടൻ ഈശ്വർ മാൽപ്പയെ ദൗത്യം ആരംഭിക്കും. അദ്ദേഹം ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ ഇന്ന് അർജുന് വേണ്ടി മുങ്ങിത്തപ്പും. അതുപോലെ ആ ലോറിക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യവും ഇന്ന് ഏകദേശം തീരുമാനമാക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഗംഗാവലി പുഴയിൽ ഇന്ന് ശരിക്കും വളരെ ശാന്തമായിട്ടാണ് ഇന്ന് പുഴ കിടക്കുന്നത്. മാത്രമല്ല ഇന്ന് മഴയില്ല, കാലാവസ്ഥ വളരെ അനുകൂലമാണ്, അടിയൊഴുക്കും വളരെ കുറവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാം കൊണ്ടും നല്ല ദിവസമാണ്. അപ്പോൾ വളരെ നേരത്തെ തന്നെ, എത്രയും നേരത്തെ തന്നെ 10 മണിക്ക് എന്ന് പറഞ്ഞാലും ജില്ലാ കളക്ടർ എത്തിയാൽ ഉടൻ തെരച്ചിൽ ആരംഭിക്കും. അരുൺ പൂപ്പറമ്പ വീണ്ടും ചേരുന്നു. പറയൂ അരുൺ. Disturbing our work. Please go there. Go there. Go there. Sir, yesterday Go there, man. ಬಿಡಪ್ಪ ಅದನ್ನ ಇಡಬೇಡ ಇಡಪ್ಪ ಅದನ್ನ ಬಿಡೋದು ಮತ್ತೆ ಅಲ್ಲೋಗಲ್ಲೇ ನಾನು ವೈ ಆರ್ ಕೀಪಿಂಗ್ ಲೈಕ್ ದಿಸ್ ವೈ ಆರ್ ಕೀಪಿಂಗ್ ಲೈಕ್ ದಿಸ್ ನೋ ಗೋ ದೇರ್ ಯು 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 ಗೋ ದೇರ್ ിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ ഒഴിപ്പിക്കാൻ പോലീസ് ശ്രമം നടത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. ദൗത്യ സ്ഥലത്ത് നിന്ന് മാധ്യമപ്രവർത്തകരെ അകറ്റി നിർത്താൻ എല്ലാവിധമായ ശ്രമങ്ങളും കർണാടക പോലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് അവരെ പ്രകോപിപ്പിച്ചതെന്നറിയില്ല. ഒരുപാട് മാധ്യമപ്രവർത്തകർ ഇന്ന് അവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഈ ദൗത്യ മേഖലയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു പോകണം. ദൗത്യം ആരംഭിക്കാനിരിക്കെ ഈ പറയുന്ന മേഖലയിലെ ജില്ലാ കളക്ടർ എത്തിയാലുടൻ ദൗത്യം ഈശ്വർ മാൽപ്പയെ തുടങ്ങാനിരിക്കവെയാണ് മാധ്യമപ്രവർത്തകരെ മുഴുവനായിട്ട് മാറ്റി നിർത്താൻ പോലീസ് തീരുമാനിക്കുന്നത്. മാധ്യമങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് മാറണമെന്ന് തന്നെയാണ് ഏതൊരു മാധ്യമപ്രവർത്തകൻ അയാളുടെ ചാനലിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിനോട് നമ്മൾ കേൾക്കുന്നു. അപ്പോൾ അരുൺ പൂപ്പറമ്പ് അല്പനിമിഷങ്ങൾക്ക് അതിൻ്റെ കാര്യം എന്താണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തും. എനിക്ക് തോന്നുന്ന ഒരു മാധ്യമ
പട തന്നെ ഉണ്ട്. നിങ്ങൾക്കറിയുന്ന പോലെ ഈ ശിരൂർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ല കർണാടകത്തിലെ മാധ്യമങ്ങളും വളരെ വൈകിയാണെങ്കിലും ഇതിൽ അണിചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം മാധ്യമപ്രവർത്തകർ ഈ ദൗത്യ സ്ഥലത്ത് തടിച്ചുകൂടുന്ന ദൗത്യ സംഘത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമോ, അങ്ങനെയാണോ എന്നറിയില്ല. എന്തായാലും എന്താണ് വിവരമെന്ന് അരുൺ ബൊപ്പരമോട് ചോദിക്കാം. അരുൺ, എന്തുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ മാധ്യമപ്രവർത്തകർ മുഴുവനും ഒഴിഞ്ഞു പോകണം എന്ന് പറയുന്നത്? You come here. You please stand here only. That's all. Sir, this is SP order, sir. Yes. SP order. Please there. Come there. Sir, yesterday we are. Yesterday there was no operation. Today is a major operation. That's why it will be disturbing our work. Please come here. കണ്ടെത്താനുള്ള തെരച്ചിലിന് നമ്മളൊരിക്കലും വിലങ്ങും തടിയാകരുത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്യുക. ഈ ദൗത്യ മേഖലയിലേക്ക് നമ്മളൊരു കാരണവശാലും കടന്നു ചെല്ലരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പറയൂ അരുൺ ബൊപ്പരമ, കാരണം SP ഇട്ടിരിക്കുന്ന ഉത്തരവാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പോലീസ് ഓഫീസർ സർക്കിൾ ഇൻസ്പെക്ടർ ആണെന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്നത്. എന്താണ് പറയൂ അരുൺ ബൊപ്പരമ. അവിടെ ഒരു മാധ്യമപ്രവർത്തകർ പ്രതിഷേധിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. എന്താണ് വിവരം? നിലവിൽ ഇപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുള്ളത് SKN ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ്, ഉത്തരവ് പ്രകാരമാണ് നിലവിൽ ഇപ്പോൾ ഈ തീരുമാനമെടുത്തിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുള്ളത്. ഈ നിലവിൽ ഇപ്പോൾ ദൗത്യം നടക്കുന്ന മേഖലയിൽ മാധ്യമങ്ങൾക്ക് അനുവാദമില്ല. അവർ ബാരിക്കേഡ് കെട്ടി അല്പം മാറി അവർ മാധ്യമങ്ങൾ നിർത്തിയിരിക്കുന്നത്. അവിടെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കുന്നില്ല എന്നതാണ്. പ്രവേശിക്കാൻ മാധ്യമങ്ങൾക്ക് അനുവാദമില്ല. നിലവിൽ ഇത് അത് വ്യക്തമാക്കി കഴിഞ്ഞു. നിലവിൽ ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ദൗത്യം നടന്ന മേഖലയിൽ നിന്ന് മാറ്റി ഇപ്പോൾ നിലവിൽ ഇവിടെ ബാരിക്കേഡ് തീർക്കുകയാണ്. നമ്മൾ അതിൻ്റെ കാരണം എന്താണെന്ന് സംബന്ധിച്ച് ചോദിച്ചിരുന്നു, പക്ഷേ കൃത്യമായ എന്തെങ്കിലും കാരണം സംബന്ധിച്ച് അവർ വ്യക്തമാക്കിയില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നമുക്ക് അല്പം മാറിയാണെങ്കിലും ദൃശ്യങ്ങൾ പങ്കുവെക്കാൻ സാധിക്കും. SKN നമ്മൾ ഇപ്പോൾ കാണുന്നത് ഈശ്വർ മാൽപ്പെ തെരച്ചിലിന് വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അല്പസമയത്തിന് തന്നെ അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ അനുമതി വേണം. ജില്ലാ കളക്ടർ ഇവിടെ എത്തിയതിനു ശേഷം സംസാരിച്ചതിന് ശേഷം മാത്രമേ തെരച്ചിലിന് ഇറങ്ങാവൂ എന്ന നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ അപ്പോൾ ഈശ്വർ മാൽപ്പെ പറഞ്ഞത് ക്കാൻ കഴിയില്ല, കാരണം ഇപ്പോൾ നിലവിലുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നതാണ് ഈശ്വർ മാൽപ്പെ പറഞ്ഞിട്ടുള്ളത്. അത് നിലവിൽ ഇപ്പോൾ അദ്ദേഹം ഈ തെരച്ചിലിന് വേണ്ടി ഇറങ്ങുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം, തത്സമയ ദൃശ്യങ്ങൾ കാണാം. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി അദ്ദേഹം നേരത്തെ 8:30 തന്നെ അദ്ദേഹം ഈ ദൗത്യം ആരംഭിക്കുന്നതിന് വേണ്ടി തയ്യാറായിരുന്നു. പക്ഷേ പോലീസ് ആദ്യഘട്ടത്തിൽ 10 മണിക്ക് മാത്രമേ ഇത് ആരംഭിക്കാവൂ എന്ന നിർദ്ദേശം നൽകി. അവരുടെ സംവിധാനങ്ങൾ കൂടി ഔദ്യോഗികമായി ഒരുങ്ങേണ്ടതുണ്ട്. പക്ഷേ അതിനുശേഷം പിന്നീട് ഈശ്വർ മാൽപ്പെ തന്നെ പറഞ്ഞത് ഒരുപാട് സമയം കാത്തിരിക്കാൻ കഴിയില്ല, അത് അങ്ങനെ വൈകിപ്പിച്ചു കഴിഞ്ഞാൽ അത് ദൗത്യത്തെ ബാധിക്കും എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ നിലവിൽ അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തത്. എന്നാൽ ജില്ലാ കളക്ടർ വരണം എന്ന് ഒരു നിർദ്ദേശം നൽകി. കളക്ടർ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഈശ്വർ മാൽപ്പെ ഇപ്പോൾ തെരച്ചിലേക്ക് ആരംഭിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള പരിശോധനയൊക്കെ പുഴയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ പുഴയുടെ ഒരു ഘടനയും കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ്. അതിനുശേഷം ഉടൻ തന്നെ തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ മാധ്യമ പ്രവർത്തകരെ കൃത്യമായ ദൗത്യ മേഖലയിൽ നിന്ന് സ്പോട്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അല്പം മാറി ഒരു ബാരിക്കേഡ് തീർത്ത് അവിടെയാണ് ഇപ്പോൾ നിലവിൽ മാധ്യമ പ്രവർത്തകരെ നിർത്തിയിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇവിടുന്നും ഈ ദൃശ്യങ്ങൾ പങ്കുവെക്കാൻ സാധിക്കും. ഈ ദൗത്യത്തിന്റെ ദൃശ്യങ്ങൾ അല്പം ദൂരെയാണെങ്കിലും അത് പങ്കുവെക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ്. എന്തായാലും SKN ഇന്നത്തെ ദിനം വളരെ നിർണായകമാണ്. അത് ഈശ്വർ മാൽപ്പെ ആവർത്തിച്ചു പറയുന്നുണ്ട്. ഇന്നലെ വളരെ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചു. ആ ലോറിയുടെ ഒരു വീൽ ജാക്ക് അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചു. അത് അർജുൻ ഓടിച്ച ലോറിയുടേത് തന്നെയാണെന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്.